കർണാടക സർക്കാരിന്റെ ബജറ്റ് വിവാദത്തിലേക്ക്. ഭൂരിപക്ഷ ജനതയെ നിഷ്ഠൂരം അവഗണിച്ചെന്ന് കുറ്റപ്പെടുത്തി ബിജെപി രംഗത്തെത്തി. സിദ്ധരാമയ്യ സർക്കാരിന്റേത് പ്രീണന രാഷ്ട്രീയമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ആരോപിച്ചു. കർണാടക നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ 8,000 കോടി രൂപയുടെ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. സർക്കാർ ഇമാമുകളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് 150 കോടി രൂപ അനുവദിച്ചു. ഓരോ താലൂക്കിലും ന്യൂനപക്ഷങ്ങൾക്കായി മൾട്ടിപർപ്പസ് ഹാളുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളും ബജറ്റിൽ അവതരിപ്പിച്ചു. കൂടാതെ ന്യൂനപക്ഷ പെൺകുട്ടികൾക്കായി മാത്രം സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയും സർക്കാർ പ്രഖ്യാപിച്ചു. ഇമാമുമാർക്കുള്ള ആനുകൂല്യങ്ങൾ, വഖഫ് സംരക്ഷണത്തിന് 150 കോടി രൂപ, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് റീഇംബേഴ്സ്മെന്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് ബജറ്റിലെ വാഗ്ദാനങ്ങൾ. അതേസമയം ബജറ്റിനെ വിമർശിച്ച് ബിജെപിയും JDS-ഉം രംഗത്തെത്തി. മുസ്ലിങ്ങൾക്കായി മുസ്ലിങ്ങൾ തയ്യാറാക്കിയ ബജറ്റെന്നും കർണാടക സർക്കാരിൻ്റേത് പ്രീണന രാഷ്ട്രീയമാണെന്നുമാണ് വിമർശനം. മറ്റ് വിഭാഗങ്ങളെ അവഗണിച്ച് മുസ്ലിം വിഭാഗത്തിന് മാത്രമായാണ് സർക്കാർ കൂടുതൽ ഫണ്ടും നീക്കിവെക്കുന്നത്. ഈ ബജറ്റിനെ ഹലാൽ ബജറ്റ് എന്നും BJP ഉൾപ്പെടെയുള്ളവർ പരിഹസിച്ചു. പ്രീണന രാഷ്ട്രീയമെന്നും മുസ്ലിങ്ങൾക്കായി മുസ്ലിങ്ങൾ തയ്യാറാക്കിയ ബജറ്റെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കുറ്റപ്പെടുത്തി. ബജറ്റ് is for Muslims, by Muslims and to Muslims. They have never bothered about the other community. Always Congress is for the vote bank politics and the minority appeasement. SC, ST, OBC മുതലായ സമുദായങ്ങളെ അവഗണിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന അഴിമതികളെ അനുകൂലിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് BJP ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.